എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു ട്രിപ്പ് പോയാലോ? വേറെ എങ്ങോട്ടല്ല, ഒരു വൺ ഡേ ട്രിപ്പ്. ചിമ്മിനി ഡാമിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഞാനും എൻ്റെ ഫാമിലി എല്ലാവരും കൂടെ ചെറിയൊരു ട്രിപ്പ് പോയതായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ചിമ്മിനി ഡാമിൻ്റെ എൻട്രൻസ് ആണ്. പക്ഷെ നമുക്കൊരു അമളി പറ്റിയിട്ടുണ്ടായിരുന്നു, ഒരു പൊട്ടത്തെറ്റ്. കാരണം നമ്മൾ ഗൂഗിൾ പേ എടുക്കുമെന്ന് കരുതിയിട്ട് ക്യാഷ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഉള്ളതെല്ലാം നുള്ളി പെറുക്കി അവിടെ കൊടുത്തു. 140 രൂപ നമുക്ക് അവിടെ ആയത് കേട്ടോ. ഇത് ചിമ്മിനി ഡാമിൻ്റെ എൻട്രൻസ് കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഏരിയ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അപ്പോൾ എല്ലാവരും കൂടെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് അങ്ങനെ പോകുന്നത്. ഈ കാണുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ മൂത്ത മോന്, ഇതെൻ്റെ താഴെയുള്ള മോന്, മറ്റേത് എൻ്റെ മോളാണ്. എനിക്ക് 3 മക്കളാണ് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ നല്ല പച്ചപ്പ് പിടിച്ചൊരു പ്രദേശമാണ്. കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ കാറൊക്കെ ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ബൈക്കിലൊക്കെ റൈഡ് വരാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. നമുക്കധികം ക്യാഷ് ചിലവില്ലാതെ ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലം. പിന്നെ ഓവർ എക്സ്പെക്റ്റേഷനൊന്നും വെച്ച് വരരുത്, പക്ഷേ കാണാൻ ഭംഗിയാണ്, സൂപ്പറാണ്. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു അരുവിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് രസിച്ച് നമുക്ക് പിള്ളേരുമായിട്ട് അങ്ങനെ പോവാം. ഒരുപാട് ആൾക്കാർ പോയും വരുന്നൊക്കെ കണ്ടുമായിരുന്നു ഞാൻ അന്ന് പോയ നേരം. ബൈക്കിലും കാറിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നായിരുന്നു. പിന്നെ ഇതാ ഈ കാണുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് കേട്ടോ. അത്യാവശ്യം റബ്ബർ എസ്റ്റേറ്റാണ് ഫുള്ള് കാണുന്നത്. 2 സൈഡിലും റബ്ബർ എസ്റ്റേറ്റാണ്. അപ്പോൾ നമുക്ക് 2 സൈഡിലും ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ നിന്ന് നല്ല പോസൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേസാണ്. പിന്നെ ഒരുപാട് ദൂരവും കാണുന്ന റബ്ബർ എസ്റ്റേറ്റാണ്. പിന്നെ പ്രത്യേകിച്ച് കൃഷിയൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ പോകുന്ന സ്ഥലത്താണെങ്കിൽ അത്യാവശ്യം ശാന്തതയും പിന്നെ നല്ല കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റും. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് കുരങ്ങന്മാരെ, ആടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആൾക്കാരെ പാടികളാണ്. അതായത് അവിടെ റബ്ബർ എസ്റ്റേറ്റിൽ പണിയെടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ വീടുകൾ. പിന്നെ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അത്ര തന്നെ. പിന്നെ ഇപ്പം നമ്മളവിടെ എത്തിയിട്ട് ഇപ്പം നമ്മൾ കൊട്ടവഞ്ചി കയറാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. മോനെ തോളിൽ വെച്ച് നടക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അവനെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പോകുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൊട്ടവഞ്ചിയുടെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെറിയൊരു ഊഞ്ഞാലൊക്കെ കണ്ടു. കുറേ ആൾക്കാരവിടെ വന്നിരിക്കുന്നുണ്ട്. അവർ അവിടെ ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നുണ്ട്. മീൻസ് ഐസ്ക്രീമിൻ്റെ ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുരങ്ങന്മാരുള്ളതുകൊണ്ട് അവരെല്ലാവരും അതിനായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ വരുന്ന ആൾക്കാരൊക്കെ അതിന് ഐസ്ക്രീം കൊടുത്തിട്ട് പിന്നെ കുരങ്ങന്മാർ പിടിച്ച് വലിക്കുന്നതൊക്കെ. അപ്പം നമ്മളിതാ കൊട്ടവഞ്ചി കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെയുള്ള ചേട്ടൻ എന്താ തുഴഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഓരോ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങളും അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുതല്ലോ. അപ്പോൾ കൈ ഉള്ളിലോട്ട് മീൻസ് ഇട്ടിരിക്കാനൊക്കെ മക്കളോട് പറയുമായിരുന്നു, വെള്ളത്തിൽ കൈ ഇട്ടിരിക്കരുത്, അവിടെ എന്തോ മറ്റേ നീർനായോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ ഇതുവരെ നീർനായെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് കൈ താഴത്തോട്ട് ഇടരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് കൈ വെളിയിലോട്ട് ഇട്ടുകൊണ്ട് മക്കൾക്ക് ഇടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടാണ് ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ കുറച്ച് പോയപ്പോൾ അതാ ചേട്ടൻ ഞങ്ങളേതാ വട്ടം കറക്കിക്കൊണ്ടിരിക്കുവാണേ. മോനൊക്കെ പേടിച്ചിരിക്കുന്നുണ്ട് വട്ടം കറക്കിയിട്ട്. പക്ഷേ ഇക്കാക്കൊന്നൊരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ മോള് നല്ല മാതിരി പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക ചിരിച്ചിട്ടിരിക്കുവാണ്. മോനും മൂത്ത ആൾക്ക് കുറച്ച് വോമിറ്റ് ചെയ്യുന്ന പോലൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ മോള് നല്ല രീതിക്ക് പേടിച്ച് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവൾ ഓക്കെ ആയിട്ടോ. ഞാനും ചെറുതായിട്ട് ആദ്യം ഒന്ന് പേടിച്ചു, പിന്നെ കുഴപ്പമില്ല, നൈസായിരുന്നു. കുറേ നേരം ആ ചേട്ടൻ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വട്ടം കറക്കി നമ്മുടെ തലയൊക്കെ ഒരു വിധമാവും, അത്ര രീതിക്ക് നല്ല കറക്കിയിട്ടുണ്ട്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. മക്കളെയായിട്ടൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈ കൊട്ടവഞ്ചിക്ക് നമുക്ക് വരുന്നത് 5 പേർക്ക് 400 രൂപയാണ് നമുക്ക് വരുന്നത് കേട്ടോ. അതായത് ഇപ്പം ഞങ്ങൾ 2 പേരും 3 പിള്ളേരുമായിരുന്നു. പക്ഷെ നമുക്ക് 5 പേർക്ക് ഇരിക്കാം. 5 പേർക്ക് 400 രൂപയാണ് വരുന്നത്. ഒരു കൊട്ടവഞ്ചിയിൽ 5 പേരെ പോകുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം സേഫ്റ്റിയോട് കൂടിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അധികം ദൂരത്തേക്കൊന്നും അവർ കൊണ്ടുപോകുന്നില്ല. പിന്നെ നല്ല രീതിക്ക് തന്നെ അവർ ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് റൈഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്. ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ എന്ത് കാട്ടി, വന്ന വഴി നടന്ന് പോകണ്ട, വേറെ റൂട്ട് എടുക്കുക, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് നടക്കാനുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് ഈ റൂട്ട് എടുത്താണ്. പക്ഷേ ഈ റൂട്ട് എടുത്തപ്പോൾ എന്താ പറ്റിച്ചാൽ നടന്ന് ഉപ്പാടിളകി ഗൈസ്. ഉപ്പാടിളകി ഇങ്ങോട്ടൊന്നില്ലാത്ത നടത്തമാണ്. നടന്നിട്ടും തീരുന്നില്ല, എത്തുന്നുമില്ല. കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിലാണ് ഇപ്പോൾ എൻ്റെ മോൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നടക്കും, കുറേ ഇരിക്കും, കുറേ നോക്കും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. പിന്നെ ചെറിയ ആൾ പിന്നെ കുറേയൊക്കെ അങ്ങ് ഓടിക്കളിച്ച് നടന്നു. പക്ഷെ കുറച്ചങ്ങ് എത്തിയപ്പോൾ പിന്നെ അവന് വീണ്ടും അവൻ്റെ പഴയ സ്വഭാവം എടുക്കാൻ തുടങ്ങി. നിന്നിട്ട് പിന്നെ എടുക്കാൻ പറഞ്ഞ് കരച്ചിലൊക്കെ തുടങ്ങി. ഇപ്പോൾ നോക്കുന്നത് ഞങ്ങൾ പിന്നാലെ വരുന്നുണ്ടോ നോക്കി നിൽക്കുന്നതാണ്. പക്ഷെ അതിലിടയ്ക്ക് ഒരു വണ്ടി വന്നായിരുന്നു. അപ്പോൾ പിന്നെ അവൻ പേടിച്ചങ്ങ് മാറി.
പിന്നെയും നടന്നു. ഒരുപാട് നടന്നിട്ട് ഇത് എത്തുന്ന കാണുന്നില്ല. ഞങ്ങളാണെങ്കിൽ ഇപ്പം എത്തും എന്ന് വിചാരിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് എടുത്ത പിക്ചേഴ്സാണ് കേട്ടോ അതൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ ഫോട്ടോസും ഞങ്ങളുടെ ട്രിപ്പും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക. ഓക്കെ, താങ്ക്